ഗൈസ്, വെൽക്കം ടു ഹർഷാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇലയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് ഇല മമ്മി തന്നിരുന്നു. സോ അത് ഞാനിങ്ങനെ ക്ലീനൊക്കെ ആക്കി ഞാനിനി ഇതിലേക്ക് ഇലയപ്പം പുഴുങ്ങാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ തേങ്ങ, ശർക്കര, കുറച്ച് നെയ്യ്, കാർഡമം അതൊക്കെ ഇട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്ന് പഴുത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഇലയപ്പത്തിനകത്ത് സ്റ്റഫ് ചെയ്യാൻ പോകുന്ന സംഭവം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഗോതമ്പ് ഓൾറെഡി കുഴച്ചതുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇലയ്ക്കകത്ത് പരത്തുന്ന രീതിയിൽ ആക്കാം. ഓക്കെ. ചിലർ ഇതിനകത്ത് പഞ്ചസാര, തേങ്ങ മാത്രം ഇതാക്കും, അവലിടും. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്ത് തേങ്ങയും ശർക്കരയും കുറച്ച് കാർഡമം ഇട്ടിട്ടാണ് ഞാനിതൊന്ന് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് യോജിപ്പിക്കുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ഈ മാവ് ഇലയ്ക്കകത്ത് ഇതാക്കിയിട്ട് അതിനകത്തോട്ട് ഈ സ്റ്റഫ് ആക്കിയിട്ട് നമുക്ക് പുഴുങ്ങാവുന്നതാണ്. ഓക്കെ. ഞാനൊരു ഇല എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. സോ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ പരത്താവുന്നതാണ്. അപ്പോൾ ഈ വെള്ളം തൊട്ട് കൊടുക്കുമ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ പരത്താൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് ചിലർ അരിപ്പൊടിയിലും ഉണ്ടാക്കും. ഞങ്ങളിപ്പോൾ ഇത് ഗോതമ്പിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളം ആവശ്യത്തിന് ഇങ്ങനെ തൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇനി ഇതിങ്ങനെ ഫുൾ ഇലയിൽ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് ഞാൻ ആ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ഇതിനകത്ത് നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ ഈ സംഭവമാണ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടുന്നത്. സോ ആവശ്യത്തിന് എടുക്കുക. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. സോ ഇതെടുത്തിട്ട് ആവശ്യത്തിന് ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി എടുക്കാം. സോ ഒരെണ്ണം ഞാൻ നല്ല നീറ്റായിട്ട് കാണിച്ചു തരാം. സോ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കുറച്ച് ചൂടൊക്കെ ഉണ്ട്. മൈ ഗാഡ്. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇല നമുക്ക് രണ്ടായിട്ട് മടക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇത് ആവി കയറ്റാവുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിങ്ങനെ ഇലയിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എത്രയാണ് വേണ്ടത് അത്രയും. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇത് അരിപ്പൊടിയിലും ഉണ്ടാക്കാം, ഗോതമ്പിലും ഉണ്ടാക്കാം. സോ ആവശ്യത്തിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആ സ്റ്റഫ് ചെയ്യുന്ന സാധനം സൂക്ഷിക്കണം, പൊള്ളരുത്. എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. നെവർ മൈൻഡ്, ഇതൊക്കെ അങ്ങനെ പലതും കാണും. ഓക്കെ. ഇനി നമുക്ക് ഈ സംഭവം നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഈ ഫില്ലിങ്സ് ഇടുക. അപ്പോൾ ശർക്കര ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ പഞ്ചസാരയും തേങ്ങയും മാത്രം അങ്ങനെ ചെയ്യാം. ശർക്കര ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാനിത് മടക്കുകയാണ്. സോ ഓൾമോസ്റ്റ് ഇതൊന്നായി. അപ്പോൾ രണ്ടെണ്ണമായി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഇലയ്ക്കകത്തും ചെയ്യേണ്ടതാണ്. ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവി വരുമ്പോൾ നമ്മൾ ഓരോ ഇല ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ. എന്നിട്ടിത് ഒന്ന് ആവി കയറ്റിക്കുക. നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം കുറച്ച് നേരം. സോ ഇത് വെന്ത് വരും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് ആവി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാവുന്നതാണ് എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് നോക്കാം നമ്മുടെ ഇലയപ്പക്കുട്ടന്മാർ എന്തായെന്ന്. ഓൾമോസ്റ്റ് ഇത് വാടിത്തുടങ്ങി ഗൈസ്, വാടിയിട്ടുണ്ട്. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വാടില്ല. അപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതൊന്ന് നോക്കുകയാണ് വെന്തോന്ന്. വെന്തിട്ടില്ലെങ്കിൽ ഞാൻ അതേപോലെ ഞാൻ എടുത്ത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സീ. നല്ല ചൂടുണ്ട്. അപ്പോൾ നോക്കട്ടെ. ഇത് വെന്തിട്ടുണ്ടല്ലോ. യെസ്, വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതൊന്ന് കഴിക്കാം. ബിക്കോസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതൊക്കെ ജ്യൂസി ആയിട്ട് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഡൺ. എൻ്റെ ഇലയപ്പം റെഡിയായി. ഇനി നമുക്ക് ചൂടോടെ നിന്ന് കഴിക്കാം. അപ്പോൾ ഇത് വെന്തോ വെച്ചു? എന്തോ ആശോടെ ഒന്ന് കഴിച്ചു നോക്കിക്കേ. വെന്തോന്ന് നോക്കിക്കേ. കഴിച്ചോ? ചൂടുണ്ടല്ലേ? യമ്മിയാണോ? കൊള്ളാടാ അച്ചു? ആണോ? ഓക്കെ. അവർ ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ട്രൈ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു
ഒരു സ്നാക്ക് ഐറ്റം എന്നും പറയാം, ഡിന്നർ എന്നും പറയാം, ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം, എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇറ്റ് ഈസ് വെരി യമ്മി. ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഗോതമ്പാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അരിപ്പൊടി കൊണ്ടും മൈദ ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ട്രൈ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വിഭവമായി കാണുന്നവരെ ബൈ.